ദൈവത്തെ സ്തുതി. ഇന്ന് എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനം. ഇന്ന് അല്പസമയം നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തെ അടിസ്ഥാനമാക്കി അനുസരണം എന്ന വിഷയത്തെ കുറിച്ച് ചിന്തിക്കാം. 1 ശമൂവേൽ 15:22 പറയുന്നു, അനുസരണം യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. അനുസരണത്താലും ദൈവഭയത്താലും ജീവിച്ച് അനുഗ്രഹീതരായി തീർന്ന അനേകം വ്യക്തികളെ നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. എന്നാൽ അനുസരണവും ദൈവഭയമില്ലാതെ ജീവിച്ച് മരണം വരെ വന്നു ഭവിച്ചവരെയും നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിൽ കാണുവാൻ സാധിക്കും. അബ്രഹാം വിശ്വാസികളുടെ പിതാവായി തീർന്നതും അബ്രഹാമിന്റെ തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടതും ഈ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസവും അനുസരണവും കൊണ്ടാണ്. ശമൂവേൽ ബാലൻ അനുസരണത്താലും ദൈവഭയത്താലും ഏലി പുരോഹിതന്റെ കീഴിൽ വളർന്നു വന്നുകൊണ്ടാണ് പിൽക്കാലത്ത് ഇസ്രായേലിന്റെ പുരോഹിതനും ന്യായാധിപനുമായി തീർന്നത്. എന്നാൽ അനുസരണമില്ലാതെയും ദൈവഭയമില്ലാതെയും ജീവിച്ച ഏലി പുരോഹിതന്റെ മക്കൾ യുദ്ധത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അത് അവരുടെ പിതാവിന്റെ മരണത്തിന് ഇടയാക്കി തീർക്കുകയും ചെയ്തു. ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് നാം നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയും, അനുസരണമില്ലാത്ത മക്കൾ മൂലം വേദനിക്കുന്ന അനേകം മാതാപിതാക്കളെയും എന്നാൽ ദൈവഭയമില്ലാതെ ജീവിക്കുന്ന അനേകം മാതാപിതാക്കൾ മൂലം കഷ്ടപ്പെടുന്ന അനേകം മക്കളെയും കാണുവാൻ കഴിയും. ഇതിനൊക്കെ കാരണം നാം ദൈവവചനം കേൾക്കാൻ തയ്യാറാകാത്തതും അത് അനുസരിക്കാൻ തയ്യാറാകാത്തതുമാണ്. എനിക്ക് വേണ്ടി എന്റെ കർത്താവ് കാൽവരി ക്രൂശിൽ പാപപരിഹാര ബലിയായി തീർന്നു എന്ന് വിശ്വസിക്കുകയും ആ കർത്താവ് എന്റെ അനുസരണക്കേട് മൂലം വേദനിക്കുവാൻ ഇടവരികയില്ല എന്ന് നാം തീരുമാനിക്കുകയും ചെയ്താൽ നാം നമ്മുടെ അനുസരണക്കേട് മൂലം ആരും വേദനിക്കുവാൻ ഇടവരികയില്ല. നമ്മുടെ മാതാപിതാക്കളും ഗുരുക്കന്മാരും വേദനിക്കുവാൻ ഇടവരികയില്ല. കൂടാതെ സമൂഹത്തിലും കുടുംബത്തിലും നമ്മൾ ഉയർത്തപ്പെടുകയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും. പ്രിയരെ, വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് വീണ്ടും കാണുവാൻ കഴിയും, യോനാ പ്രവാചകൻ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. എന്നാൽ യോനയോട് ദൈവം പറഞ്ഞു, നിനിവയിലെ ജനത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി പോയി പ്രസംഗിക്കുവാൻ പറഞ്ഞപ്പോൾ യോന ദൈവഹിതം അനുസരിക്കാതെ ദൈവത്തെ അനുസരിക്കാതെ തർശീശിലേക്കുള്ള കപ്പലിൽ കയറി യാത്ര തിരിച്ചു. എന്നിട്ടോ യോന മൂലം ആ കപ്പലിലുള്ളവർ ഒത്തിരി കഷ്ടപ്പെടുകയും വേദനിക്കുകയും ചെയ്തു. യോന എന്ന പാപത്തെ കടലിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആ കപ്പൽ ശാന്തമാകുകയും ചെയ്തു. യോനയോ 3 ദിവസം മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കേണ്ടി വന്നു. യോനയുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കി ചിന്തിക്കുമ്പോൾ അനുസരണമില്ലാതെ ജീവിച്ചാൽ, ദൈവഭയമില്ലാതെ ജീവിച്ചാൽ നാം നമ്മുടെ ജീവിതത്തിലേക്ക് കെടുതികളും പ്രയാസങ്ങളും വേദനകളും കൊണ്ടുവരും. വിശുദ്ധ ലൂക്കോസ് 1:38 ഇങ്ങനെ പറയുന്നു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സ്വയം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വിശുദ്ധ മാതാവിനെ പോലെ ദൈവഹിതം അനുസരിച്ച് ജീവിച്ച് ദൈവത്തെ അനുസരണമുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്നും ലഭിക്കുകയുള്ളൂ. വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവ് ഒരു ഉപമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്? മുടിയനായ പുത്രൻ തന്റെ പിതാവിനെ അനുസരിക്കാതെ തന്റെ പിതാവിന്റെ ഭവനത്തിലെ സുഖസൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയി. എന്നാൽ തന്റെ പാപങ്ങളോട്ട് പശ്ചാത്തപിച്ച് അനുദപിച്ച് തിരികെ വന്നപ്പോൾ തന്നെ സ്വീകരിക്കുവാൻ സ്നേഹവാനായ ഒരു പിതാവ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ നാം എത്ര അനുസരണക്കേടിലും തന്നിഷ്ടത്തിലും വളർന്നാലും ജീവിച്ചാലും നാം നമ്മുടെ പാപങ്ങൾ ഓർത്ത് അനുദപിച്ച് തിരികെ വന്നാൽ നമ്മെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ ഒരു സ്വർഗീയ പിതാവ് ഇന്ന് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. 5 അപ്പവും 2 മീനും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത ബാലിനെ പോലെ നമുക്ക് നമ്മുടെ അനുസരണമില്ലാത്ത ദൈവഭയമില്ലാത്ത ജീവിതങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് അത് വാഴ്ത്തി നുറുക്കി അനേകർക്ക് സമാധാനവും സന്തോഷവും പകരുന്ന ജീവിതങ്ങളാക്കി നമ്മെ തീർക്കുമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഞാൻ എളിയ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനാകട്ടെ.